بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنفي كتبنا وعلى ذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ولا حول ولا قوة إلا بالله العلي العظيم. ربي يسر ولا تعسر. ربي زدنا علما وحلما وفهما وعقلا وأدبا. ربي تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. പിന്നെ ഇനി തംബീഹ്. كثر الاختلاف بين المتأخرين في من زاد على الوارد. അതായത് ഇപ്പോൾ ദിക്റും ദുആഉം ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പം അതിൽ ദിക്ർ എത്രയാ? ആ വാരിദായ ദിക്ർ എത്ര എന്നെണ്ണം പറഞ്ഞിട്ടില്ലല്ലേ? പിന്നെ അപ്പം ആ വാരിദായ എണ്ണത്തിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ അത് പിന്നെ 33 അല്ലെ 34 അങ്ങനെയാണല്ലോ. അപ്പം ആ വാരിദായ എണ്ണത്തിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ അതതും വാരിദ് എന്നാ. പിന്നെ എന്താണ് വർദ്ധിപ്പിച്ചാൽ എന്താകും എന്നതിൽ ഖിലാഫുണ്ട് എന്നാ. ഫീമൻ ഒരാളെക്കുറിച്ച് മുത്താഖിരീങ്ങളുടെ ഇടയിൽ ഖിലാഫ് വർദ്ധിച്ചിട്ടുണ്ട്. അയാൾ എന്താക്കി? സാദ അയാൾ വർദ്ധിപ്പിച്ചു, എണ്ണ വർദ്ധിപ്പിച്ചു. നാലൽ വാരിദായ അതതിനേക്കാൾ എണ്ണ വർദ്ധിപ്പിച്ചു. ഏതുപോലെ കഅൻ സബ്ബഹ 34 34 തസ്ബീഹല്ലേ, 33 സുബ്ഹാനല്ലാഹ് പറയേണ്ട 34 ആയി. അപ്പോൾ ഇഖ്തിലാഫിന്റെ വിശദീകരണം പറയാം. എന്നിട്ട് ഫഖാലൽ ഖറാഫിയു, ഇമാം ഖറാഫി പറഞ്ഞു യുക്റഹു, കറാഹത്താണ്. കറാഹത്താകുമ്പോൾ കൂലി കിട്ടൂല. അന്നഹു സൂഉ അദബിൻ, അത് സൂഉൽ അദബല്ലേ. 33 എല്ലാം പറഞ്ഞാൽ പിന്നെ 34 ചെയ്യൽ അത് അധിക പ്രസംഗമല്ല, അത് സൂഉൽ അദബാണ്. അപ്പോൾ അതുകൊണ്ട് കൂലി കിട്ടൂല, കറാഹത്താണ് എന്ന് പറഞ്ഞു. ഉയ്യിദ, അത് തയ്യീദ് ചെയ്യപ്പെട്ടു. അതായത് ഇമാം ഖറാഫി പറഞ്ഞത് ഖൗലുൽ ഖറാഫി, അത് തയ്യീദ് ചെയ്യപ്പെട്ടു. ബിഅന്നഹു ദവാഉൻ, ഈ വാരിദ്, ബിഅന്നഹു എന്ന് പറഞ്ഞാൽ വാരിദ് അത് ദവാ ആണ്, അത് ഔഷധ മരുന്നാണ്. ഓഹോ ഇതാ സീദ ഫീഹി, ആ മരുന്നിൽ അതിന്റെ ഡോസ് വർദ്ധിപ്പിച്ചാൽ, അല്ലെ അളവ് വർദ്ധിപ്പിച്ചാൽ, എങ്ങനെ വർദ്ധിപ്പിച്ചു? അല്ല കാനൂനിഹി, അതിന്റെ നിയമത്തിനേക്കാൾ വർദ്ധിപ്പിച്ചു. ദവായിനൊരു കാനൂനുണ്ടാവും, ഇത്ര എന്നുള്ള, ഇത്ര അളവ് എന്നുള്ള. ആ നിയമത്തിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ ദാ എന്ന്, അത് രോഗമായിത്തീരും. സംഗതി മരുന്നാണ്, പക്ഷെ അത് രോഗമായിത്തീരും എന്നതുകൊണ്ട് അപ്പോൾ വർദ്ധിപ്പിക്കാൻ പാടില്ല. വർദ്ധിപ്പിച്ചാൽ കുഴപ്പമാണ്. വബിഅന്നഹു മിഫ്താഹുൻ, അതിനും പുറമെ ഈ വാരിദ് മിഫ്താഹാണ്, അതൊരു താക്കോല. വഹുവ മിഫ്താഹാകുന്നത് ഇദാ സീദ അല അസ്നാനിഹി, ആ താക്കോലിന് പല്ലുണ്ടാവുമല്ലോ, ആ പല്ലുകള് നിശ്ചിത പല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. ആ പൂട്ടിൽ എത്രയാണോ അതിനനുസരിച്ച്, അതിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ ലാ യഫ്തഹു, ആ താക്കോല് തുറക്കൂല. പല്ലിൽ വർധനവുണ്ടായാലും താക്കോല് പൂട്ട് തുറക്കൂല. അപ്പൊ ഇങ്ങനെ എന്താണ് അഖലിയായ 2 പറഞ്ഞിട്ടാണ് തയ്യീദ് പറഞ്ഞത്. പിന്നെ വഖാല ഗൈറുഹു, അഖലിയായ 2 വിഷയല്ലേ, ശറഈയായ തെളിവൊന്നും അല്ലല്ലോ. വഖാല ഗൈറുഹു, ഖറാഫി അല്ലാത്തവർ പറഞ്ഞ ഖാലൽ ഖറാഫിന്റെ മേലെ എത്തഫാണ്. ഫഖാല എന്ന് പറഞ്ഞത് ആ ഇഖ്തിലാഫ്, കസുറൽ ഇഖ്തിലാഫു എന്നുള്ളതിന്റെ മേലെ എത്തഫാണ്, അതിന്റെ തഫ്സീല. അപ്പൊ ഇമാം ഖറാഫി അങ്ങനെ പറഞ്ഞു. വഖാല ഗൈറുഹു, ഖറാഫി അല്ലാത്ത മറ്റിമാമിയങ്ങൾ പറഞ്ഞു യഹ്സുലു ലഹു സവാബുൽ മഖ്സൂസു, പിന്നെ മഖ്സൂസായ സവാബ് കിട്ടും. മഅസിയാദത്തി എന്നാണ് അവിടെ ഷുസയ്യ നുസ്ഖാന്റെ, ഇതില് ഷർവാനിയിലുണ്ടാകുന്ന മഅസിയാദത്തിന്ന്. എന്നാല് തൊഫ കിതാബില് വക്കില് ഇല്ല, മഅസിയാദത്തി, സിയാദത്തോടു കൂടെ എന്ന് പറഞ്ഞാല് ആ വാരിദായ എണ്ണത്തിനേക്കാൾ വർദ്ധിപ്പിച്ചാലും എന്താവും? ആ മഖ്സൂസായ സവാബ് കിട്ടും.
ഈ മഅസിയാദത്തി എന്ന് പറഞ്ഞതിന് സിയാദത്തിന്റെ സവാബോടുകൂടെ അങ്ങനെ അർത്ഥം വെക്കാലോ. അപ്പൊ 33 ചെല്ലുമ്പോ 33 ഖാസായ സവാബ് അത് കിട്ടി. രണ്ടും കൂടി ചെല്ലി 35. അപ്പൊ 2 തസ്ബീഹ് അധികം ചെല്ലിയതിന്റെ കൂലി അതും കിട്ടും എന്നാ. മുക്തല കലാമി സൈനുദ്ദീൻ അൽ ഇറാഖി റഹിമഹുല്ലാ അവരുടെ കലാമിന്റെ മുക്തലയാകുന്നത് തർജീഹുഹു ഈ ഗൈറ് പറഞ്ഞതിനെ തർജീഹാക്കലാണ്. അദറാജിഹിന ഇതിന്റെ മുക്തല ലി അന്നഹു ബിൽ ഇത്തിയാനി ബിൽ അസ്ലി. കാരണം എന്താ? ലി അന്നഹു ഇയാള് ഈ വർദ്ധിപ്പിച്ചവൻ മൻസാദ എന്ന് പറഞ്ഞ മന്നില്ലേ, ലി അന്നഹു അവന് ബിൽ ഇത്തിയാനി ബിൽ അസ്ലി അസ്ലിനെ കൊണ്ടുവരൽ കൊണ്ട്, അസ്ല് എന്ന് പറഞ്ഞാല് ആ വാരിദായ എണ്ണം, അത് കൊണ്ടുവരൽ കൊണ്ട് ഹസലലഹു സവാബുഹു അവനിക്ക് ഹാസിലായി സവാബുഹു ആ അസ്ലിന്റെ സവാബ് ഹാസിലായി, ആ വാരിദിന്റെ സവാബ് ഹാസിലായി. ഫകൈഫ യുബ്തിലുഹു സിയാദത്തും മിൻ ജിൻസിഹി. അപ്പൊ വാരിദിന്റെ ജിൻസിൽ നിന്ന് 2 സുബ്ഹാനല്ലാഹ് കൂടി അധികം പറഞ്ഞാല് ഈ 33 എണ്ണി തീരുമ്പോ ഉറച്ചൊരു സവാബ് ഉണ്ടല്ലോ, അതെങ്ങനെ ബാത്തിലാക്ക? അതിന് ഇബ്താലിന് വജൂഹ് കാണുന്നില്ലല്ലോ എന്നോ. വഅത്തമദഹു ഇബ്നുൽ ഇമാദ്. അപ്പോ ഇബ്നുൽ ഇമാദ് റഹിമഹുല്ലാഹ് അത് മുഅ്തബദാക്കിയിട്ടുണ്ട് എന്നല്ല, ബൽ ബാലഗ ഫഖാല മുബാലഗത്താക്കി. എന്തിന്? ഇതിനെ ആ ഇഅ്തിമാദ് ചെയ്യുന്നതിൽ മുബാലഗത്തായി. ഫഖാല അങ്ങനെ പറഞ്ഞു, ലാ യഹില്ലു ഇഅ്തിഖാദു അദ്മി ഹുസൂലി സവാബി. സവാബ് ഹാസിലാകില്ല എന്ന് ആകുന്നില്ല, ലഭിക്കുന്നതല്ല എന്ന് വിശ്വസിക്കൽ ഹലാലല്ല, അനുവദനീയല്ല. വർധനവ് കൊണ്ട് സവാബ് നഷ്ടപ്പെടും, ഹാസിലാവൂല എന്ന് വിശ്വസിക്കാൻ തന്നെ പാടില്ല. കാരണം എന്താ? അന്നഹു ഖൗലും ബിലാ ദലീലിൻ. ആ സവാബ് കിട്ടൂല എന്നുള്ളത് അദ്മു ഹുസൂലി സവാബ് എന്നത് അത് ഖൗലാണ് ബിലാ ദലീലിൻ, തെളിവില്ലാത്ത ഖൗല. അതിന് തെളിവില്ല എന്ന് മാത്രമല്ല, ബലി ദലീലു യറുദ്ദുഹു, തെളിവാണെങ്കിലും അതിനെ റദ്ദുകയും ചെയ്യുന്നു. അതിന് തെളിവില്ല എന്ന് മാത്രമല്ല, വേറെ തെളിവ് അതിനെ റദ്ദും ചെയ്യുന്നുണ്ട്. എന്താണ് ആ ദലീല്? വഹുവ അദ്ദലീലു യറുദ്ദുഹു എന്ന് പറഞ്ഞാൽ ആ തെളിവ് എന്താ? വഹുവ ഉമൂമു മൻജാ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ എന്ന് പറഞ്ഞ ആ തെളിവിന്റെ ഉമൂമാണ്. മൻജാ ബിൽ ഹസനത്തി, ഒരുത്തനൊരു ഹസനത്ത് ചെയ്താല് ഫലഹു അശ്റു അംസാലിഹ അവനതിന്റെ സവാബിന്റെ 10 ഇരട്ടിയുണ്ട് എന്ന് പറഞ്ഞ കൗലുണ്ടല്ലോ, അല്ല ആയത്ത് സൂറത്തുൽ അൻആമിലാണല്ലോ. അപ്പൊ അതിന്റെ ഉമൂമനുസരിച്ച് ഹസനത്ത് എന്ന് പറഞ്ഞാല് 33 കഴിഞ്ഞാൽ 34ാമത്തെ ചെല്ലിയ ഹസനത്ത് തന്നെയല്ലേ, സുബ്ഹാനല്ലാഹ് എന്നല്ലേ പറയുന്നത്, അത് സയ്യിഅത്തല്ലല്ലോ. അപ്പൊ അതിന്റെ 10 ഇരട്ടി സവാബ് വേണ്ടേ? അപ്പോ കൂലി കിട്ടൂല എന്ന് പറഞ്ഞത് ഈ തെളിവ് അതിനെ റദ്ദ് ചെയ്യുന്നുണ്ട്. ഇനി വലം യഅ്സുരിൽ ഖറാഫിയു അലാ സിർരി ഹാദൽ അദദിൽ മഖ്സൂസി. അപ്പോ ഇമാം ഖറാഫി അങ്ങനെ പറയാൻ കാരണം എന്താ? കൂലി കിട്ടൂല എന്ന് മൂപ്പർ പറഞ്ഞല്ലോ. അത് ഇതിന്റെ രഹസ്യം എന്താണ്? കണ്ടെത്താത്തത് കൊണ്ടാണ്. അസറ യഅ്സുറു എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നോ, അല അസറ അല എന്നാ പറയാ. ഈ പ്രത്യേക എണ്ണത്തിന്റെ രഹസ്യം കണ്ടെത്താത്തത് കൊണ്ടാണ് ഇമാം ഖറാഫി അങ്ങനെ പറഞ്ഞത് എന്നാണ്. തസ്ബീഹു സലാസിൻ വ സലാസീൻ, ഏതാ ഈ പ്രത്യേക അദദ് എന്ന് പറഞ്ഞത്? അത് 33 തസ്ബീഹ്, വൽഹംദു കദാലിക വത്തക്ബീറു കദാലിക. അപ്പോ കദാലിക ആയപ്പോ 33 99 ബിസിയാദത്തി വാഹിദത്തിൻ തക്മിലത്തുൽ മിഅത്തി. 1 വർദ്ധിപ്പിക്കണം. ആ ഒന്നേതാ? ഒന്നീ അല്ലാഹു അക്ബർ എന്നൊന്ന് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലുക. അതങ്ങനെ ശേഷം വരുന്നുണ്ട്, കണ്ടാൽ ഒന്നാണ്. ആ 1 വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ 1 തക്മിലത്തുൽ മിയത്തി 100 പൂന്റെ പൂർത്തീകരണമാണ്. അപ്പോ തക്മിലത്തുൽ മിയത്ത് എന്ന് പറഞ്ഞ 1 വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാഹിർ 1 തക്ബീറത്തും കൂടി വർദ്ധിപ്പിക്കുക. അപ്പൊ 33 പറഞ്ഞ 34 തക്ബീർ ഇല്ല എന്നർത്ഥം. അപ്പൊ ഇതിന്റെ രഹസ്യം എന്താ? വഹുവ അന്ന അസ്മാഅഹു തആല, അല്ലാഹു തആലയുടെ പേരുകൾ അസ്മാഉൽ ഹുസ്ന 99 99. അള്ളാന്റെ അസ്മാഉൽ 99 എന്ന് പറഞ്ഞത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറില്
99 പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് 99 പേരൊന്നും അല്ല, അതിൽ കൂടുതൽ പേരുണ്ട്. എല്ലാ പേരുകളും എന്ത് തന്നെയാണ്? അസ്മാഉല്ലാഹി മുഴുവൻ ഹുസ്ന തന്നെയാണ്. പിന്നെ വേറെ മസല വഹിയ ഇമ്മ ദാത്തീയത്തുൻ. അപ്പോ ഈ അസ്മാ ഒന്നീ ദാത്തീയാണ്, ഏതുപോലെ അള്ളാഹി ദാത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്, അതായത് വേറൊരു സിഫത്തിന്റെ മേൽ അറിയിക്കുന്നില്ല എന്നർത്ഥം. ഔ ജലാലിയത്തുൻ, അല്ലെ ജലാലിയത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. കൽ കബീരി, അത് ദാത്തിയായ ഒരു സിഫത്തിന്റെ മേൽ അറിയിക്കുന്നത്, അലമത്തിന്റെ മേൽ അറിയിക്കുന്നത്, അതല്ലേ ജലാല് എന്ന് പറഞ്ഞത്. ഔ ജമാലിയത്തുൻ, അല്ലെങ്കിൽ ജമാലിയത്തിന്റെ മേൽ അറിയിക്കുന്നത്, ഒരു നന്മ, അത് ഫെയില വരിക. കൽ മുഹ്സിനി. അപ്പൊ ഇങ്ങനെ ദാത്തിയായ അലമത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സിഫത്ത്, അതിന്റെ അലമത്ത്, അതിന്റെ നന്മ, ഇങ്ങനെ ജമാലിയത്ത് എന്ന് പറഞ്ഞ ഇത് രണ്ടിന്റെ മേൽ അറിയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ദാത്തിയായിരിക്കും. ഫജുഇലലിൽ അവലിയ തസ്ബീഹു. അപ്പൊ ദാത്തിയായ അസ്മാകളെ അതിനു വേണ്ടിയിട്ടാണ് സുബ്ഹാനല്ലാഹ് വെച്ചത്. കാരണം എന്താ? അന്നഹു തൻസീഹുൽ ലിദാത്തി, അത് ദാത്തിനെ തൻസീഹാക്കലാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. വലിസാനിയ തക്ബീറു, രണ്ടാമത്തെ എന്താണ്? ജലാലിയായ സിഫത്തുകളുടെ പേരിൽ അള്ളാഹിനെ താലീമാക്കാൻ വേണ്ടിയിട്ട് തക്ബീർ വെച്ചു. വലിസാലിസി, ഈ ജമാലിയായ ഔസാഫുകളുടെ പേരിൽ അള്ളാഹിനെ തൻസീഹാക്കാൻ വേണ്ടി, താലീമാക്കാൻ വേണ്ടി അത്തഹമീദു, തഹമീദും വെച്ചു. അപ്പൊ എന്താണ്? തസ്ബീഹും തഹമീദും തക്ബീറും ആയല്ലോ. ലിഅന്നഹു യസ്തദിഉ നിഅമ, കാരണം ആ ജമാലിയത്തിന് ഹംദ് വെക്കാൻ കാരണം എന്താ? അതെങ്ങനെ യോജിപ്പ്? അത് ആ തഹ്മീദ് എന്നുള്ളത് നിഅമത്തിനെ തേടുമല്ലോ. യസ്തദിഉ നിഅമ, ഹംദ് നിഅമത്തിന്റെ മുഖാബിലയിലാണല്ലോ പൊതുവെ ഉണ്ടാകുക. അപ്പൊ നിഅമത്തിനെ തേടും. പിന്നെ അപ്പൊ അതുകൊണ്ട് എന്താക്കി? ആ ഹംദ് ജമാലിയായ വസ്ഫിന്റെ മുഖാബലയിൽ വെച്ചു എന്നർത്ഥം. പിന്നെ വസീദ ഫിസാനിയത്തി തക്ബീറു, ഇനി രണ്ടാമത്തേൽ ഒരു തക്ബീർ വർദ്ധിപ്പിച്ചു. ഏത്? ജലാലിയത്തിന്റെ മേൽ അറിയിക്കുന്നതിൽ ഒരു തക്ബീർ വർദ്ധിപ്പിച്ചു, അത് 100 വേണ്ടി. അല്ലെങ്കിൽ ഔലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇലാ ആഖിരിഹി വയമിതു അലാ കുല്ലി ഷൈഇൻ ഖദീർ വരെ അത് വർദ്ധിപ്പിച്ചു. രണ്ടാലൊന്ന് വർദ്ധിപ്പിച്ചു എന്നാ. കാരണം എന്താ? ലിഅന്നഹു ഖീല, കാരണം പറയപ്പെട്ടിട്ടുണ്ട്, ഇന്ന തമാമൽ മിയത്തി ബിൽ അസ്മായി അൽ ഇസ്മുൽ അഅ്സം, ഇസ്മുകളില് 100 പൂർത്തിയാക്കുക എന്നുള്ളത് അത് ഇസ്മുൽ അഅ്സമാണ്. വഹുവ ദാഖിലുൻ ഫി അസ്മാഇൽ ജലാലി, അത് ജലാലിയത്തിന്റെ അസ്മായിൽ പെട്ടതാണ്. ഇസ്മുൽ അഅ്സം ജലാലിയത്തിന്റെ അസ്മായിൽ പെട്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ തക്ബീറിൽ ഒന്ന് വർദ്ധിപ്പിക്കാൻ കാരണം. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വയമിതു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത് ഈ രണ്ടാമത്തെ ജലാലിയത്തിൽ വർദ്ധിപ്പിച്ചു. എന്തിൽ വർദ്ധിപ്പിച്ചില്ല? ഒന്നാമത്തതിനോ മൂന്നാമത്തതിനോ വർദ്ധിപ്പിക്കാതെ ഇതിൽ വർദ്ധിപ്പിക്കാൻ കാരണമാണ് ലിഅന്നഹു ഖീല എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് ഈ സിറ്. ഈ സിറ് ഇമാം ഖറാഫി ഇദ്റാക്കിയതില്ല എന്നാ. ഇമാം ഖറാഫി ഇത് ഇദ്റാക്ക് ചെയ്യാത്തത് കൊണ്ടാണ് കൂലി കിട്ടൂല എന്ന് പറഞ്ഞത്. അങ്ങനല്ലേ വരുന്നത്. പക്ഷേ ഹാഷിക്കാർ പറയുന്നുണ്ട്, ഇത് ഇമാം ഖറാഫി പറഞ്ഞ സിറ് എന്താണ്? ഈ പറയുന്ന സിറ് ഇമാം ഖറാഫി പറഞ്ഞതിനെതിരല്ലോ എന്ന്. ഇമാം ഖറാഫി കറാഹത്താണ് വർദ്ധിപ്പിക്കൽ, സൂഅദബാണ് എന്നല്ലേ പറഞ്ഞത്. അത് ഈ പറഞ്ഞ സിറ് പറയുമ്പോ ഇമാം ഖറാഫി പറഞ്ഞതിന് തെയ്യീദല്ലേ. ഈ സിറ് എന്താണ്? നിലനിൽക്കുന്ന നിലയിൽ വേണം ദിക്റ് അല്ലാതെ അതിനേക്കാൾ കൂടിയാൽ കറാഹത്ത് വരും, സൂല്ലത് പോരും എന്ന് തന്നെയല്ലേ വരിക എന്നവിടെ ആശയക്കാർ പറയുന്നുണ്ട്. പിന്നെ കാല ബഅദുഹും, ഇനി ചിലവർ പറഞ്ഞു, അത് നേരത്തെ പറഞ്ഞ കാലൽ ഖറാഫി എന്ന് പറഞ്ഞതിന്റെ മേലെ അത്ഫാണ്. ഹാദസാനി ഔജഹു, ഈ രണ്ടാമത് പറഞ്ഞു, അതായത് കൂലി കിട്ടും എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ രണ്ടഭിപ്രായമല്ലേ പറഞ്ഞേ, കൂലി കിട്ടും കൂലി കിട്ടൂല എന്ന് പറഞ്ഞത്. പിന്നെ അതായത് കാല ഗൈറുഹു എന്ന് പറഞ്ഞ ആ സിയാദത്തോടുകൂടെ മഖ്സൂസായ സവാബ് ലഭിക്കും എന്ന് പറഞ്ഞതാണ് ഔജഹ് എന്ന് പറഞ്ഞു. നഖലൻ വനളറൻ, നഖലൻ നഖല് കൊണ്ടും അങ്ങനെ തന്നെ. മദ്ഹബിൽ നഖല് റാജിഹതാണ്. വനളറൻ തെളിവുകൾ നോക്കുമ്പോഴും അങ്ങനെ തന്നെ. തെളിവ് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ സുമ്മസ്തഷ്കലഹു, പിന്നെ എന്ത് ചെയ്തു? ഈ ബയലിഷ്കലാക്കി.
ബിമാല ഇഷ്കാല ഫീഹി, അതിൽ ശരിക്കും ഇഷ്കാലില്ല. അങ്ങനെ ഇഷ്കാലില്ലാത്തൊന്നുകൊണ്ട് ഇതിനെ ഇഷ്കാലാക്കി. ബൽ ഫീഹി അദ്ദലാലത്തുലിൽ മുദ്ദഅ, ആ പറഞ്ഞ ഒന്നില് ആ മാല ഇഷ്കാല മാന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതില് ഈ വാദത്തിന് തെളിവാണുള്ളത് ശരിക്കുള്ളത്. അല്ലാതെ എന്തല്ല വാദം എന്താ ഇതാണ് ഔജഹ് എന്ന് പറഞ്ഞത്, അതിന് തെളിവാണുള്ളത്. പക്ഷെ അത് വാദം കൂലിയിട്ടും എന്നുള്ളതല്ലേ, അതിന് തെളിവാണുള്ളത്, അതിനെ ഇഷ്കാലാക്കി. പിന്നെ ഓഹുവ അന്നഹു വറദ ബി റിവായത്തിൻ, പിന്നെ ആ മാലാ ഇഷ്കാല ഫീഹി എന്ന് പറഞ്ഞ എന്താണത്, ആ ഒരു കാര്യം അന്നഹു വറദ ബി റിവായാത്തിൻ, ഈ ദിക്കറിന്റെ റിവായത്തുകൾ ഇപ്പൊ 33 പിന്നെ 34 ഒന്നില് തക്ബീർ, അല്ലെങ്കിൽ 33 തക്ബീറും പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അത് 100 തേക്കാൻ അങ്ങനെയെന്നാണല്ലോ. എന്നാൽ വേറെ കുറെ റിവായത്തുകളിൽ നഖ്സുൻ ദാലിക്കൽ അദദി വസിയാദത്തു അലൈഹി, 33 എന്ന് പറഞ്ഞ എണ്ണത്തിനേക്കാൾ കുറവുണ്ട് കുറെ റിവായത്തിൽ അധികമുണ്ട്. ഏതുപോലെ ഹംസിൻ വശരീന, അത് കുറവാണല്ലോ. ഇഹ്ദാ അശറത്ത 11 ഉണ്ട്, അശറത്തിൻ 10 ഉണ്ട്, സലാസിൻ 3 ഉണ്ട്, മറത്തിന് ഒരു തവണ തസ്ബീഹ് അങ്ങനെയുണ്ട്. അപ്പോൾ വളരെ കുറവാണല്ലോ. സബഈന, ഇനി അധികോ വർധനവ് 70 ഉണ്ട്, മിയത്തിൻ 100 ഉണ്ട് ഫിത്തസ്ബീഹി, പറഞ്ഞതെല്ലാം സുബ്ഹാനല്ലാഹില. ഹംസിൻ വശരീന ഇഹ്ദാ അശറത്ത അശറത്തിൻ മിയത്തിൻ ഫിത്തഹ്മീദി, അണ്ട ഹംദ് പറഞ്ഞതിൽ 100 ഉണ്ട്, 70 എന്നില്ലാടെ. പിന്നെ ഹംസിൻ വശരീന 25, ഇഹ്ദാ അശറത്ത 11, അശറത്തിൻ മിയത്തിൻ ഫിത്തക്ബീരി, തക്ബീറിൽ അങ്ങനെയുണ്ട്. മിയത്തിൻ ഹംസിൻ വശരീന അശറത്തിൻ ഫിത്തഹ്ലീലി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന തഹ്ലീൽ അല്ല പറയുന്നത്, വെറും തഹ്ലീൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തഹ്ലീല് അതിനെന്താണ്, പിന്നെ അത് മിയത്തിൻ 100 വന്നിട്ടുണ്ട്, ഹംസിൻ വശരീന 25 വന്നിട്ടുണ്ട്, അശറത്തിൻ 10 വന്നിട്ടുണ്ട് ഫിത്തഹ്ലീലി. ശരിയാ. അപ്പൊ നിസ്കാരത്തിന് ശേഷം പറയുന്ന ദിക്ർ ദുആ അല്ലേ? അതെ, ദിക്റും ദുആയും സുന്നത്താണെന്നല്ലേ നേരത്തെ പറഞ്ഞു. ഇന്ന ദിക്ർ ദുആ എന്നൊക്കെ ഇപ്പൊ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ബഹ്സിന്റെ ഇടയിൽ കൂടി പറയുന്നതാ. അപ്പൊ 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാണെന്നുള്ള തുഹഫ തന്നെ ഉണ്ട് ഇപ്പോ, അല്ലേ? അശറത്തിൻ ഫിത്തഹ്ലീലി, തഹ്ലീലിലും ഇങ്ങനെ വ്യത്യസ്തമായത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എന്താണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറിന്റെ ഇതേ പറഞ്ഞിട്ടുള്ളൂ, അതിനോട് താബിയായിട്ട് ഇതും കൂടി അങ്ങ് പറഞ്ഞു. ഇത് പറഞ്ഞതാരാ? ഇതാ ഇഷ്കാലിന്റെ ഭാഗമായിട്ടാ വന്നത്, അല്ലെ? സുമ്മസ്തഷ്കലഹു ബിമാലാ ഇഷ്കാല, അപ്പൊ ആ ഇഷ്കാലിന്റെ ഭാഗമായിട്ടുള്ളത്. ഞാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 വട്ടം ചെല്ലണം എവിടെയുള്ളത് എന്ന് കുറെ നോക്കിയിരുന്നു. അവസാനം നമ്മളെ എന്താണ് ഫത്താവൽ ഖുർദിയില് പിന്നെ ദിക്റുകൾ തെർത്തീബാക്കിയപ്പോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 വട്ടം എന്ന അതിൽ കാണുന്നുണ്ടായിരുന്നു. അല്ലാതെ അത് ഇങ്ങനെ 33 സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് എന്ന പോലെ ഒരു 10 തഹ്ലീൽ അങ്ങനെ പറയുന്നില്ല. ദിക്റുകൾ ഇങ്ങനെ തർത്തീബാക്കിയ കൂട്ടത്തില് തഹ്ലീൽ അശറാണ്. അതുപോലെ ഈ പറഞ്ഞ ഇതിലേത് ഇർഷാദുൽ ഇബാദിലുണ്ട്, മഖ്ദൂമ് സൈനുദ്ദീൻ മഖ്ദൂമ് റഹിമഹുല്ലാഹ് പറഞ്ഞു വറദ തഹ്ലീലു എന്താണ് അശറ മറാത്തിൻ, ഈ ശേഷമുള്ള ദിക്റൊക്കെ പറഞ്ഞിട്ടേ തഹ്ലീൽ 10 വട്ടം ചെല്ലണം എന്ന് പിന്നെ വാരിതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാനപ്പം പിന്നെ ഇതില് ഇർഷാദുൽ ഇബാദിലുള്ള അനുസരിച്ചായിരിക്കുമല്ലോ നമ്മളെ മഹദൂമങ്ങൾ പറയുന്ന അനുസരിച്ച്, നമ്മളെ കേരളത്തിലെ അമല ഫത്താവുൽ ഖുർദിയിൽ പറഞ്ഞത് അനുസരിച്ച് അമൽ വരാൻ സാധ്യത കുറവാണല്ലോ. അപ്പൊ അതായിരുന്നു. അപ്പൊ ഇതിപ്പോ നോക്കുമ്പോ എന്താണ് തുഹഫയിൽ തന്നെ ഒരു പരാമർശം ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. അശറത്തിൻ ബിത്തഹ്ലീൽ. ദാഗിസ്ഥാനിൽ ബാബുല്ലബുവാബിൽ പോയപ്പോ ദർബന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോ അവിടെ ഒരു നഖ്ശബന്ദി തരീഖത്തിന്റെ ഒക്കെ ശൈഖുണ്ട്. പിന്നെ അപ്പൊ അദ്ദേഹത്തിന് അവിടെ വലിയ സ്ഥാപനമൊക്കെ ഉണ്ട്, ശരീഅത്ത് കോളേജും പള്ളിയും ഓരോ മുരീദന്മാരും എല്ലാം കൂടിയിട്ട്. അപ്പൊ അങ്ങനെ അവിടെ ഇതേമാതിരി തെഹ്ലീൽ ചെല്ലുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ കഴിഞ്ഞിട്ട് ദിക്ർ ചെല്ലുന്നുണ്ട്. അപ്പൊ അവര് 25 വട്ടം ചൊല്ലിയ എന്നെന്റെ ഓർമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമ്മളെ നാട്ടിലെന്താണ് ഇതേമാതിരി തന്നെ തെഹ്ലീലും ചെല്ലലുണ്ട് എന്ന് പറഞ്ഞു, വേറെ അങ്ങനെ സ്ഥലത്തൊന്നും കാണലില്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്ത് നമ്മളെ നാട്ടിൽ 10 വട്ടാണ് ചെല്ലല്, 10 വട്ടാണ് ചെല്ലല് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് അക്കല്ലാണ്.
10 എന്നുള്ളത് അക്കല്ലാണ്. നമ്മൾ പിന്നെ സൗകര്യം പോലെ എന്ത് ചെയ്യും 25 100 ഒക്കെ ചെല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കറക്റ്റാണല്ലോ. അവിടെ 150 വാശറത്തിൻ ചുരുങ്ങിയത് 5 10. പിന്നെ അപ്പോ സമയം പോലെ ചിലപ്പോൾ അവർ 100 ചെല്ലുമെന്ന് പറഞ്ഞു. പിന്നെ വദാലിക യസ്തൽസിമു അദ്മ തഅബ്ബുദി ബിഹി. അപ്പൊ ആ തഹ്ലീൽ അല്ലല്ലോ വേറെ നാട്ടിലും ഉണ്ട് എന്ന് പറഞ്ഞതാണ്. പിന്നെ വദാലിക യസ്തൽസിമു അദ്മ തഅബ്ബുദി ബിഹി. അപ്പൊ ഇങ്ങനെ എന്താണ് കുറഞ്ഞും കൂടിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ കുറഞ്ഞും കൂടിയൊക്കെ ഉണ്ടാവുമ്പോ ഇത് എന്തിനെ തേടുന്നു? വദാലിക ഈ കുറഞ്ഞും എന്താണ് കൂടിയും ഒക്കെ വാരിദായി എന്നുള്ള ആ ഉറൂദ്. ദാലിക എന്ന് പറഞ്ഞാല് ഈ നക്സ് കൊണ്ടും സിയാദത്ത് കൊണ്ടുമുള്ള ഇഖ്തിലാഫു റിവായാത്ത് എന്ന ഷർവാനി പറഞ്ഞു. അത് യസ്തൽസിമു അദ്മ തഅബ്ബുദി ബിഹി. അതതിനെ എന്താക്കരുത്, അതൊരു ഇബാദത്തായി കണക്കാക്കരുത് എന്നതിനെ ലാസിമാക്കുമല്ലോ. അപ്പോ അതത് പരിഗണിക്കണ്ട. ബിഹി എന്ന് പറഞ്ഞതിന്റെ ലമീർ ഷെർവാനി പറഞ്ഞത് ബിസ്സലാസി വസ്സലാസീൻ എന്നാ. അപ്പൊ 33 എന്നുള്ള എണ്ണം അത് പ്രത്യേകമായി ഇബാദത്തിന് പരിഗണിക്കണ്ട. അപ്പൊ കൂടിയാലും എന്താവും, കൂലി കിട്ടും, കുറഞ്ഞാലും കൂലി കിട്ടും എന്നാണല്ലോ. അതെ. അപ്പൊ ഈ കൂടിയാലും കൂലി കിട്ടും കുറഞ്ഞാലും കൂലി കിട്ടും എന്ന് പറഞ്ഞതിന് ഈ പറഞ്ഞത് ഈ വാദത്തിന് തെളിവായിട്ടാണല്ലോ വരിക, ഇഷ്കാലായിട്ടല്ലല്ലോ വരിക. അതാ പറഞ്ഞ ബൽഫിഹി അദ്ദലാലത്തുൽ മുദ്ദ. അപ്പൊ കൂടിയാലും കൂലി കിട്ടും എന്നല്ലേ വരുന്നത്. ഇല്ലായു കാല അത്തഅബ്ബുദു ബിഹി വാഖിഉൻ മഅ ദാലിക. എന്താണ് പറഞ്ഞാലൊഴിയ അത്തഅബ്ബുദു ബിഹി ഈ എണ്ണം കൊണ്ട് 33 എന്ന് പറഞ്ഞ എണ്ണം കൊണ്ടുള്ള ഇബാദത്ത്, അത് തഅബ്ബുദ്, അതിനൊരു ഇബാദത്തായി പരിഗണിക്കുക, ആചരിക്കുക എന്നുള്ളത് വാഖിഉൻ മഅ ദാലിക. അത് സംഭവിക്കും എന്തോടുകൂടെ? സിയാദത്ത് നുഖ്സാന് അതിന്റെ ഇഖ്തിലാഫ് റിവായത്തോട് കൂടെ തന്നെ. ഇഖ്തിലാഫ് റിവായത്ത് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, 33 എന്ന് പറഞ്ഞ എണ്ണം പരിഗണിക്കാം. അതെങ്ങനെ? ബിയത്തിയ ബിഹദർ റിവായാത്തിൽ വാരിദത്തി. ഈ വാരിദായ ഏതെങ്കിലും ഒരു എന്താണ് ഏതെങ്കിലും ഒരു റിവായത്ത് കൊണ്ടുവരിക. അപ്പോ മഴദാലിക്ക വദാലിക്ക എന്ന് പറഞ്ഞത് ബിഹി എന്ന് പറഞ്ഞ അതത് എന്നർത്ഥം. അപ്പൊ ഈ പറഞ്ഞ അതത് കൊണ്ട് നമ്മൾ 33 ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതതിനെ എന്താക്കാം, തഅബ്ബുദാക്കാം. ഇതിലേതെങ്കിലും ഒരു റിവായത്ത് പരിഗണിച്ചാൽ മതി. അപ്പോ 10, 25, 100 എന്നുണ്ടാവുമ്പോ 10ന്റെ അല്ലെ 25ന്റെ ഒരു 100ന്റെ ആക്കിയാൽ അതത് എപ്പോഴും അങ്ങനെ ചെയ്യാം. വൽക്കലാമു ഇന്നമാഹുവ ഫീമാ ഇദാ അത്താ ബിഗൈരിൽ വാരിദി. അപ്പോ തഹ്ലീൽ ചെല്ലുമ്പോ 10 അല്ലെ 25 അല്ലെങ്കിൽ 100 ഇത് ചെല്ലിയാൽ എന്തായി? അതത് കൊണ്ട് തഅബ്ബുദായി. ഒരുത്തന്നെ 50 ചെല്ലിയാലോ, 50 ചെല്ലിയാല്, അല്ലെങ്കിൽ 10 കഴിഞ്ഞിട്ട് 12 ചെല്ലിയാലോ, അല്ലെ 15 ചെല്ലിയാൽ ഇത് വാരിദായിട്ടില്ല. അപ്പൊ അവിടെ കൂലി കിട്ടുക ഇല്ല എന്നുള്ളതാണ് ഖിലാഫ്. അതാ വൽക്കലാമു ഖിലാഫ് ഇന്നമാവോ ഭീമാത്ത ബിഗൈരിൽ വാരിദി. ആ സിയാദത്ത് വാരിദല്ലാത്ത അതത് കൊണ്ടുവരുമ്പോഴാണ് എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ നാം യൂഖദു മിൻ കലാമി ശറഹി മുസ്ലിമിൻ, നവീമാമിന്റെ ശറഹ് മുസ്ലിമിന്റെ കലാമെന്ന് അഖ്ദിയാം അന്നഹു ഇദാ തആറലത്ത് റിവായത്താനി സുന്നലഹുൽ ജമ്മു ബൈനഹുമാ. അപ്പോ 2 റിവായത്ത് വന്നാല് അത് രണ്ടും കൂടി ജമ്മി ചെയ്യല് നല്ലതാണ് എന്നുണ്ട്. ഇതുപോലെ ഖത്മിൽ മിയത്ത് ബി തക്ബീറത്തിൻ ഔ ബി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അതിന്റെ അവസാനം വരെ. അങ്ങനെ 2 റിവായത്തുണ്ട്. മുസ്ലിമിന്റെ റിവായത്തിൽ തക്ബീർ 34 വേറെ ചില റിവായത്തില് വേറെ ചില റിവായത്തില് 33 എന്നിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തമാമുൽ മിയത്തി, അങ്ങനെയാണ് ഇലാഖിരിഹി. അപ്പൊ എന്ത് ചെയ്യാ? ഫയുന്ദബു അൻ യഖ്തിമഹാ ബിഹിമാ. അപ്പൊ തക്ബീറിനെ പൂർത്തിയാക്കിയ രണ്ടും ഉണ്ടും. അങ്ങനെ 34 അല്ലാഹു അക്ബർ പറയാ, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു ഇതും ചൊല്ലുക. ഇഹ്തിയാത്തൻ, ഇത് ഇഹ്തിയാത്തിനാണ്. അമലം ബിൽ വാരിദി മാംഗന എന്ന പോലെ വാരിദ് കൊണ്ട് അമൽ ചെയ്യാൻ സാധിക്കുന്നത്ര. ഇത് രണ്ടും ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ റിവായത്തോണ്ട് ഈ റിവായത്തോണ്ട് അമൽ വന്നു. ഇങ്ങനെ അതിൽ നിന്ന് അഖ്ദിയാം. വ നളീറുഹു, ഇതിന്റെ നളീറാണ് ഖൗലുഹു. ഏത്? ഈ ജമ്മും ബൈനഹുമ എന്ന് പറഞ്ഞില്ലേ, ഖത്മുൽ മിയത്ത് ബി തക്ബീറത്തിൻ ഔ ബി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഖത്മിൽ ജമ്മാണുള്ളത്. അതിന്റെ നളീറാണ് ഖൗലുഹു. എന്താണ്? മുസന്നിഫിന്റെ ഖൗല് അല്ലെ, നബി ഇമാമിന്റെ ഖൗല് ശറഹ് മുസ്ലിമില് എന്താണ്? ഫി ലലംതു നഫ്സി ളുൽമൻ കസീറാ അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി ളുൽമൻ കസീറൻ ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത എന്ന് പറഞ്ഞ ദുആ ഉണ്ടല്ലോ, തഹിയ്യാത്തിന്റെ അവസാനം വന്ന ദുആ, വർദ്ധിപ്പിക്കൽ സുന്നത്തുള്ള ദുആ.
അപ്പൊ അതില് കസീറൻ എന്ന് പറഞ്ഞെടുത്ത് ഫി ദുആഇ തശഹുദി, തശഹുദിന്റെ ദുആയില് ഈ കൗല് റുവിയ, ഈ എന്താണ് കൗല് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബിൽ മുവഹിദത്തി വൽ മുസല്ലസത്തി. മുവഹിദത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുള്ളിയുള്ളത്. അപ്പൊ കബീറൻ എന്നുണ്ട്, ദുൽമൻ കബീറൻ. മുസല്ലസത്താവുമ്പോ കസീറൻ, രണ്ട് റിവായത്തുണ്ട്. അപ്പൊ വല്ലൗലാൽ ജമ്മു ബൈനഹുമാ ലിദാലിക ലലംതു നഫ്സി ദുൽമൻ കബീറൻ കസീറ എന്നിങ്ങനെ രണ്ടും കൂടി ജമ്മി ചെയ്യലാണ് നല്ലത്. ലിദാലിക എന്തിനു വേണ്ടി? ആ നേരത്തെ പറഞ്ഞ ഇഹ്തിയാത്തും എന്ന പോലെ അമലും അത് പറഞ്ഞില്ലേ, പിന്നെ വാരിദ് കൊണ്ട് സാധിക്കുന്നത്ര അമൽ ചെയ്യുക എന്ന നിലയ്ക്ക് അലിദാലിക്ക ഇങ്ങനെ പറഞ്ഞു. അപ്പൊ വറദ്ദഹുൽ ഇസ്ബിന് ജമാ, എന്നാല് ഇസ്ബിന് ജമാ റഹിമുള്ള ഇതിനെ റദ്ദ് ചെയ്ത്. ഏത്? ഈ ജമ്മ് ചെയ്യണം, അത് ജമ്മ് ചെയ്യണം എന്ന് മുസന്നിഫ് പറഞ്ഞില്ലേ, അതിനെന്ത് ചെയ്തു? ജമ്മ് ചെയ്യാന്ന് പറഞ്ഞാൽ കബീറൻ കസീറ എന്നതിന്റെ അടുത്തേക്ക് മാത്രമല്ല, മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഇഖ്തിലാഫ് റിവായാത്ത് ഉണ്ടാവുമ്പോൾ രണ്ടും കൂടി ജമ്മ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജമ്മ് ചെയ്യണം എന്ന് നബിമാം പറഞ്ഞതിനെ റദ്ദ് ചെയ്തു. ബിമ, ഒന്നുകൊണ്ടാണ് റദ്ദ് ചെയ്തത്. റദത്തുഹു, ആ ഒന്നിനെ ഞാൻ റദ്ദ് ചെയ്തിട്ടുണ്ട്. അലൈഹി, ആരുടെ മേൽ റദ്ദ് ചെയ്തിട്ടുണ്ട്? ഇസ്ബിന് ജമാഅന്റെ മേൽ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഫി ഹാഷിയത്തിൽ ഇലാഹി ഫി ബഹ്സി ദുആഇ യൗമി അറഫത്ത. എന്താ യൗമുൽ അറഫന്റെ ദുആന്റെ അവിടെ എങ്ങനെ ജമ്മ് ചെയ്യണം എന്ന് ഞാൻ ഈ മസല പറഞ്ഞപ്പോ ഇസ്ബിന് ജമാ റഹിമഹുല്ലാ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇത്റാളായി പറഞ്ഞ് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി വറജ്ജഹ ബഅദുഹും, അപ്പോ നിസ്കാരത്തിന്റെ അവസാനം തക്ബീർ ചെല്ലുമ്പോൾ 34 എല്ലിയിട്ട് വേണം എന്താക്കാൻ ചെല്ലാനെന്ന് അർത്ഥം. അത് നല്ലതാണെന്ന്. വറജ്ജഹ ബഅദുഹും. ഇനി എന്താണ് നമ്മളെ അസ്ലു വിഷയത്തിലേക്ക് മടങ്ങിയത്? ഇങ്ങനെ വർദ്ധിപ്പിച്ചാലെന്ന് പറഞ്ഞില്ലേ, കൂലി കിട്ടുമല്ലേന്ന്. കറാത്ത് എന്നല്ലേ ഇമാം ഖറാഫി പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ അതിന്റെ മേലെ എത്തുഫാണ് കസുറ ഇഖ്തിലാഫുൽ മുതാഖിരീൻ, അതിന്റെ വിശദീകരണമായിട്ടാണല്ലോ ഫഖാൽ ഖറാഫി എന്ന് പറഞ്ഞത്. അതിന്റെ മേലെ എത്തുഫായിട്ട് വറജ്ജഹ ബഅദുഹും അന്നഹു ഇന്നവാ ഇന്ദിഹായിൽ അതതിൽ വാരിദി, ആ വാരിദായ അതത് തീരുന്ന സമയത്ത് ഇയാളെ നിയ്യത്ത് ചെയ്താൽ ഇംതിസാലുൽ അംരി, എന്ത് ഇംതിസാലുൽ അംർ, കൽപ്പന അനുസരിക്കുക. അതായത് 33 തീരുമ്പോ ഇത് 33 ചെല്ലി, എന്തിനാ 33 ചെല്ലാൻ കൽപ്പന ഉള്ളത് കൊണ്ട് എന്ന് വിചാരിച്ചു. സുമ്മസാദ, പിന്നെ അങ്ങോട്ട് ബാക്കി ചെല്ലി, പിന്നെ ഒരു 10 കൂടി ചെല്ലി. ഉസീബ അലൈഹിമ, രണ്ടിനും കൂലി കിട്ടും. ബൈല്ല ഫല, അപ്പൊ ആ അതതും വാരിദായ അതത് തീരുന്ന സമയത്ത് ഇംതിസാലുൽ അംർ എന്ന് കരുതിയില്ല എന്നുണ്ടെങ്കിൽ കൂലി തീരെ കിട്ടൂല എന്നാ വേറെ കൂട്ടർ പറഞ്ഞത്. വൗജഹു മിൻഹു, എന്നാല് അതിനേക്കാൾ നല്ലത് ഏത്? റജ്ജഹ ബാലുഹും എന്ന് പറഞ്ഞില്ലേ, ആ ബാലിന്റെ തർജീഹ്, അതിനേക്കാൾ നല്ലത് എന്താണ്? പിന്നെ അപ്പൊ ഈ വൗജഹു മിൻഹു എന്ന് പറഞ്ഞതോ, അത് നേരത്തെ പറഞ്ഞ ഖാലൽ ഖറാഫിന്റെ മേലെ എത്തുക. തഫ്സീലുൻ ആഖർ, വേറൊരു തഫ്സീലാണ്. അപ്പൊ ഈ പറഞ്ഞത് ഒരു തഫ്സീലാണ്. അല്ല, ഇംതിസാലുൽ അംർ കരുതിയാൽ കിട്ടൂല്ല എന്ന് പറയുമ്പോ തഫ്സീലാണല്ലോ, ഇത്ലാഖല്ലല്ലോ. ആദ്യം പറഞ്ഞ ഇത്ലാഖാണ്, കിട്ടൂല ഖറാത്താന്ന് പറഞ്ഞത്. അതിന്റെ ശേഷം പറഞ്ഞ് കിട്ടും എന്ന് പറഞ്ഞത്, രണ്ടും ഇത്ലാഖാണ്. ഈ രണ്ട് തഫ്സീലിന്റെ കൗല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ്. വഹുവ, ആ തഫ്സീൽ എന്താണ്? അന്നഹു ഇൻ സാദലി നഹ്വി ശക്കിൻ, സംശയിച്ചതിന് പോലത്ത് കൊണ്ടാണ് വർദ്ധിപ്പിച്ചത്. 33 എത്തിയപ്പോ 33 ആയോ ഇല്ല എന്നൊരു സംശയം. അപ്പൊ ഒന്നുകൂടി ചെല്ലി, എന്നാ ഉഴുതിറ മഴദൂറാണ്, അപ്പൊ ഇവന് കൂലിട്ടും. ഔലി തഅബ്ബുദിൻ ഫല, അല്ലെങ്കിൽ ആ 34 എന്താണ്, അതിനെ സംശയമൊന്നുമില്ല, 33 തന്നെ ഉറപ്പാക്കി. അതിന് പുറമെ എന്താക്കുക, ഒരു തസ്ബീഹും കൂടി ചെല്ലുക എന്ന തഅബ്ബുദാണ് എന്നുണ്ട്, കൂലി കിട്ടൂല എന്ന് പറഞ്ഞു. കാരണം എന്താ? ലിഅന്നഹു ഹീനഇദിൻ മുസ്തദ്രിക്കുൻ അലശ്ശാരിഇ, അത് അല്ലാഹു തആലാനെ ഇത്റാദ് ചെയ്യലാണ്. അങ്ങനെ ചെല്ലുമ്പോഴേ, അതാണ് ഇമാം ഖറാഫി പറഞ്ഞ സൂഉൽ അദബാണ്. ഓംദനിയുൻ, അത് പാടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ എന്തായി? ഇങ്ങനെയൊക്കെ അഭിപ്രായം ഉള്ളത് കൊണ്ട് എന്താണ്, ആ വാരിദിന്റെ മേലെ ഇക്തിസാർ ചെയ്യണം എന്നർത്ഥം. വാരിദിനൊരു സിറുണ്ടാവും, അത് അങ്ങനെ തന്നെ വേണ്ടത്. വർദ്ധിപ്പിച്ചാൽ കൂലി കിട്ടുന്നതാണ് ഇപ്പൊ എന്താണ് ഇബ്നു ഹജർ റഹിമഹുള്ളാഹിന്റെ മയലാന്. ഇനി എന്തൊക്കെ ലിന്നഫിലി റാത്തിബി വൈരിഹി, അതും സുന്നത്താണ്. എന്തൊക്കെ മാറി നിക്കൽ സുന്നത്താണ്. എന്തിന്? ലിന്നഫിലി, സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി. ഏത് സുന്നത്ത് നിസ്കാരാ? റാത്തിബി, റാത്തിബായ സുന്നത്ത് നിസ്കാരം. ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് റവാത്തിബ് നിസ്കരിക്കുകയാണ്. വൈരിഹി, റാത്തിബ് അല്ലാത്ത സുന്നത്ത് നിസ്കാരത്തിനും മിൻ മൗലി ഫർളിഹി, അവന്റെ ഫർളിന്റെ മൗലിയിൽ നിന്ന് മാറി നിൽക്കണം. അത് ഏതൊരു നിസ്കാരം കഴിഞ്ഞാലും അടുത്ത നിസ്കാരത്തിന് മാറിയിരിക്കുക എന്നുള്ളതാണ്.
അപ്പൊ ഒരുത്തൻ ഫർള് നിസ്കരിച്ചു, ഇനി വേറൊരു ഫർള് കളാ വിട്ടുകയാണ്, അപ്പൊ മാറിക്കണോ? അല്ലെങ്കിൽ ജമ്മാക്കി നിസ്കരിക്കുക, അപ്പൊ ഒന്ന് മാറിക്കണോ? അതാ എന്തിനാണ് ഈ മാറിക്കണം എന്ന് പറഞ്ഞത്? ലി തശ്ഹദ ലഹു മവാലിഉ സുജൂദി, മാറിക്കുമ്പോ സുജൂദിന്റെ മൗലികൾ വേറെ വേറെ അല്ലേ വരിക, അപ്പൊ ആ മവാലിഉ സുജൂദ് ഒക്കെ സാക്ഷിയാകാൻ വേണ്ടി എന്നാണ്. ലി തശ്ഹദ ലഹു മവാലിഉ സുജൂദ്. പിന്നെ അപ്പൊ സാക്ഷികൾ കൂടാൻ വേണ്ടിയാണ് അങ്ങനെ മാറണം എന്ന് പറഞ്ഞത്. അപ്പൊ കളിയത്തുഹു, അപ്പൊ ഈ ഇല്ലത്തിന്റെ കളിയ ലി തശ്ഹദ എന്ന് പറഞ്ഞാൽ തൈലീലല്ല, അതിന്റെ കളിയ നദിബുൽ ഇന്തിഖാലിൽ ഫർലി മിൻ മൗലിഇൻ നഫ്ലിഹി അൽ മുതഖദ്ദിമി. അണ്ട ഫർള് നിസ്കരിക്കാൻ വേണ്ടി മാറിക്കണം. ഏത് സ്ഥലത്തുനിന്ന് മാറണം? മിൻ മൗലി നഫ്ലിഹി അൽ മുതഖദ്ദിമി, അവൻ സുന്നത്ത് സ്കരിച്ച സ്ഥലത്തിൽ നിന്ന്. അൽ മുതഖദ്ദിമി ഫർളിന്റെ മുമ്പുള്ള സുന്നത്ത് സ്കരിച്ച സ്ഥലത്ത് നിന്ന് മാറണം എന്നാണ് അതിന്റെ കളിയ. അന്നഹു എന്തൊക്കെ കുല്ലി സലാത്തിൻ, എല്ലാ നിസ്കാരത്തിനും മാറി നിൽക്കണം, എല്ലാ നിസ്കാരത്തിനും. യഫ്തതിഹുഹ, അവന് എന്താണ് തുടങ്ങുന്ന എല്ലാ നിസ്കാരവും. അത് മിനൽ മഖ്ലിയാത്തി, ഖളാ വിട്ടുന്ന നിസ്കാരങ്ങളാല്, വന്നവാഫിലി, സുന്നത്ത് നിസ്കാരങ്ങളാല്, ഏതായാലും ഏത് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ അപ്പൊ മാറിക്കണം എന്നാ. അപ്പൊ തറാവീന്റെ ഈ രണ്ടരക്കാലത്ത്, വിത്തറിന്റെ ഈ രണ്ടരക്കാലത്ത് ഒക്കെ അങ്ങനെ വരിക. അതിന് എന്താണ് ഇനി ശേഷം ഒരു കൈത് പറയുന്നുണ്ട്, ഓ മുത്തജിഹുൻ, ഇതാണ് അതിന്റെ കളിയ എന്ന് പറഞ്ഞിട്ട് ആ കളിയ മുത്തജിഹ് തന്നെ, അത് ന്യായമാണ്. ഹൈസു യുആരിലുഹു, എന്താണ് നഹു ഫളീലത്തി സഫിൻ അവ്വല, ഒന്നാമത്തെ സഫിന്റെ ഫളീലത്ത് പോലത്തത് എതിരാകുന്ന സ്ഥലത്ത്. ഹൈസു യുആരിലുഹു, യുആരിലുഹു എന്നാ ഈ നുസ്ഖയില്. ഹൈസു ലം യുആരിലുഹു എന്നാണ് ശരിയായ നുസ്ഖ. ആരിലാകാതിരിക്കുമ്പോ, യുആരിലുഹു മുആറള, എതിരാകാതിരിക്കുമ്പോ ആ പറഞ്ഞത് ശരിയാ. എന്ത്? ഒന്നാം സഫിന്റെ ഫളീലത്ത്. അതായത് അവിടുന്ന് മാറുമ്പോഴത്തേക്ക് ആ സഫില് വലതുഭാഗത്താണ് ബന്ധിക്കുന്നത്, അവിടുന്ന് മാറുമ്പോ ഇടതുഭാഗത്തായി പോവും, അല്ലെങ്കിൽ ഒന്നാം സഫ് നഷ്ടപ്പെട്ടു പോവും. അപ്പൊ പിന്നെ മാറണ്ട, അവിടെ തന്നെ നിൽക്കാം. ഔ മശക്കത്ത് ഹർക്കെ സഫിൻ മസലൻ, അല്ലെങ്കിൽ ഒരു സഫ് മുറിച്ചു പോവുക, കീറി മുറിച്ചു പോവുക എന്ന പ്രയാസം, അത് എന്താണ് ഇല്ലാതിരിക്കുമ്പോന്നാ. പിന്നെ ഹൈസു ലം യുആരിലുഹു നഹു ഫളീലത്തി, ആ ഫളീലത്തിന്റെ മേലെ എത്തഫാണ് മശക്കത്തി. അപ്പൊ ഈ മശക്കത്ത് എതിരാകാതിരിക്കുമ്പോ, അപ്പൊ ഈ തറാവി ഒക്കെ ജമാഅത്തിൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറല് പ്രയാസ. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക അങ്ങനെ. ഇനി വയല്ലം എന്തക്കൽ, അപ്പൊ ഇവനങ്ങനെ മാറിയുന്നില്ലെങ്കിലോ, അതായത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ മാറി നിന്നിട്ടില്ല. ഫസല ബിനഹ്വി കലാമി ഇൻസാനിൻ, അപ്പൊ ഒരു ഇൻസാന്റെ കലാമ് പോലത്തത് കൊണ്ട് വസലാക്കണം. ഇൻസാന്റെ കലാമ് പോലത്തെ കൊണ്ട് വസലാക്കാന്ന് പറഞ്ഞാല് നിസ്കാരം ബാത്തിലാകുന്ന കലാമുണ്ടല്ലോ, അത് പറയണമെന്ന്. ദിക്റില്ല പോരാ, നിസ്കാരം ബാത്തിലാകുന്നൊരു വർത്താനം പറയണം. നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും, അങ്ങനത്തെ ഒരു വർത്താനം പറയണം. അതെന്തിനാ? ലിന്നഹി ഫി മുസ്ലിമിൻ, സ്വഹീഹ് മുസ്ലിമിൽ നഹി വന്നിട്ടുണ്ട്, അൻ വസലി സലാത്തിൻ ബി സലാത്തിൻ ഇല്ലാ ബഅദ കലാമിൻ ഔ ഖുറൂജിൻ. ഒന്നിൽ കലാമ് കൊണ്ട് ഫസലാക്കണം, അല്ലാതെ കൂട്ടിച്ചേർക്കരുത്. ഔ ഖുറൂജിൻ, അല്ലെങ്കിൽ ആ നിസ്കരിച്ച സ്ഥലത്തുനിന്ന് മാറണം. മുസല്ലയിൽ നിന്ന് ഖാരിജാകുക എന്നാ, ആ നിസ്കരിച്ച സ്ഥലത്തുനിന്ന് മാറണം, അല്ലാതെ വസലി ചെയ്യരുത് എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മാറുന്നില്ലെങ്കിൽ എന്താക്കുക, ഫസലാന്ന് പറഞ്ഞത്. അപ്പൊ ഫസലാക്കണം. അപ്പൊ മാറിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞതിനും, അല്ലെങ്കിൽ എന്താ ഇൻസാന്റെ കലാം കൊണ്ട് വസലി ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടിനും കൂടി തെളിവാണ് ലിന്നഹി എന്ന് പറയുന്നത്. വഅഫ്ളലുഹു, അപ്പൊ ഇങ്ങനെ മാറണം എന്ന് പറഞ്ഞല്ലോ, സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഫർള് നിസ്കരിച്ച സ്ഥലം വിട്ടു പോകണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഏറ്റവും നല്ലത് എങ്ങോട്ട് പോകലായില്ല, ബൈത്തിഹി, വീട്ടു പോകലാണ്. വഅഫ്ളലുഹു അയിൽ ഇന്തിഖാലി ലിന്നഫ്ലി, യാനി അല്ലദി ലാ തുസന്നു ഫീഹിൽ ജമാഅത്തു, ജമാഅത്ത് സുന്നത്തില്ലാത്ത നഫ്ല്, സുന്നത്ത് നിസ്കാരം, അതിനു വേണ്ടി മാറി നിൽക്കുമ്പോ എന്താണ് വീട്ടു പോകല. അല്ല ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണെങ്കിലോ, ഇപ്പൊ ഇശാസ്കാരം കഴിഞ്ഞ് എന്നിട്ട് വിത്തർ അവിടെ ജമാഅത്തോടെ നിസ്കരിക്കുക, അല്ലെ തറാവി ജമാഅത്തോടെ നിസ്കരിക്കുക, അപ്പൊ വീട്ടിൽ പോകാൻ പറ്റൂല്ല. അപ്പൊ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരത്തിന് വീട്ടിൽ പോകൽ അഫ്ളലില്ല. വലോ ലിമം ബിൽ കഅബത്തി, അപ്പോ വീട്ടിൽ പോകലാണ് അഫ്ളൽ എന്ന് പറഞ്ഞാൽ കഅബന്റെ ഉള്ളിലാണ് ആദ്യത്തെ ഫർള് നിസ്കരിച്ചത്, എന്നാലും വീട്ടിൽ പോകാനെ. വൽ മസ്ജിദി ഹൗലഹ, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിലാണ്. മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്നതിനെക്കാട്ടിലും 1,00,000 പ്രതിഫലമുള്ള മസ്ജിദുൽ ഹറാമിലാണ്. പക്ഷേ സുന്നത്ത് നിസ്കരിക്കാൻ വീട്ടിൽ പോകാനല്ലേ എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി പ്രതിഫലം കിട്ടും എന്നർത്ഥം. അപ്പൊ ഇതിനെക്കാട്ടി പ്രതിഫലം കിട്ടും എന്ന് പറയുമ്പോൾ മസ്ജിദുൽ ഹറാമിനെക്കാൾ വീടിനും മഹത്വം ഉണ്ടെന്ന് വരും. അതില്ല,
മസ്ജിദുൽ ഹറാമിന്റെ മഹത്വം മസ്ജിദുൽ ഹറാമിന് തന്നെ, വീടിന്റെ മഹത്വം അതിനുള്ളൂ. പക്ഷെ ഇങ്ങനെ നിസ്കരിക്കുന്നതിന് എന്ത് പ്രതിഫലം കൂടുതലുണ്ട് എന്നുള്ളതിന് വേറെ കാരണമാണ് നിർത്തത്. ആ സ്ഥലത്തിന്റെ മഹത്വം മാത്രമല്ല. ഇലാ ബൈത്തിഹി, വീട്ടിലേക്ക് പോകലിൽ ഖബറിൽ മുത്തഫഖി അലൈഹി സല്ലു അയ്യുഹന്നാസ് ഫി ബുയൂത്തിക്കും, നിങ്ങൾ ജനങ്ങളെ നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കണം. ഏത് സുന്നത്ത് നിസ്കാരാണ് പറയുന്നത്? ഫർള് എന്താണ് ജമാഅത്തോടുകൂടെ പള്ളി വന്നല്ലേ നിസ്കരിക്കണ്ടേ. ഫൈന അഫ്ളല സലാത്തിൽ മറിയ ഫി ബൈത്തിഹി ഇല്ലൽ മക്തൂബത്ത, കാരണം ഒരു മനുഷ്യന്റെ നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളല് അവന്റെ വീട്ടിൽ നിസ്കരിക്കുന്നതാണ്, മക്തൂബത്ത് ഒഴിച്ച്, ഫർള് നിസ്കാരം ഒഴിച്ച്. അത് പള്ളി ഇപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ഇനി അതിനും പുറമെ വലിയ നഫീഹിൽ ബുഇദ അനിർ റിയാഇ, അപ്പോൾ ലിൽ ഖബറിൽ മുത്തഫഖി ഫീഹി അലൈഹി എന്നും പറഞ്ഞു. പിന്നെ ആ ഇന്ത്യക്കാരിൽ വീട്ടിലേക്ക് പോകുന്നതിലുണ്ട് എന്തുണ്ട്? അൽ ബുഇദ അനിർ റിയാഇ, റിയാഇനെ തൊട്ട് ബഈദാകലുണ്ട്, റിയാ ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ടും വീട്ടിൽ പോകുന്ന നല്ലേ. വഅൗദ ബറക്കത്തി എന്ന പോലെ അതിൽ പിന്നെന്തുമുണ്ട്? ബുഇദ എന്നുള്ളതിന്റെ മേലെ എത്തുക. വഅൗദ ബറക്കത്തി സലാത്തി, ഇവൻ വീട്ടിൽ പോയി നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന്റെ ബറക്കത്ത് മടങ്ങും അലൽ ബൈത്തി വാഹിലിഹി, വീട്ടിനും ഉണ്ടാവും വീട്ടിന്റെ അഹ്ലുകാർക്കും ഉണ്ടാവും. ഇത് എന്താണ്? ആ നിസ്കാരാകുമ്പോഴാ, അവിടെ നിസ്കരിക്കൽ അഫ്ളലായ നിസ്കാരാകുമ്പോഴാ. അല്ലാതെ ഫർള് നിസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ ബറക്കത്തുണ്ടാവില്ല. കാരണം ഫർള് വീട്ടിൽ പോയി പള്ളിയിൽ പോയി നിസ്കരിക്കണ്ടല്ലേ. കമാഫി ഹദീസിൻ, ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ നിസ്കരിക്കുന്ന വീടിനും വീട്ടുകാർക്കും എന്താണ് അതിന്റെ ബറക്കത്തുണ്ടാകും എന്ന്, ബറക്കത്ത് അവരിലേക്ക് മടങ്ങും എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. മഹല്ലുഹു ഇല്ലമ്മയ്ക്കുൻ മുഅ്തകിഫൻ, അപ്പൊ വീട്ടിലേക്ക് പോകൽ അഫ്ളല് എന്ന് പറഞ്ഞതിന്റെ മഹല്ലാകുന്നത് എന്താണ്? ഇല്ലമ്മയ്ക്കുൻ മുഅ്തകിഫൻ, ഇവൻ പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്നവനല്ലെങ്കിലാ. എത്തിക്കാഫിരിക്കുകയാണെങ്കിൽ പള്ളിയിൽ തന്നെ നിസ്കരിക്കണം, വീട്ടിൽ പോയ എത്തിക്കാഫ് മുടങ്ങൂലേ. വലം യഖഫ് ബി തഖീരിഹി ലിൽ ബൈത്തി എന്ന പോലെ വീട്ടിലേക്ക് ആ നഫലിനെ പിന്തിക്കൽ കൊണ്ട് ഇവൻ പേടിച്ചിട്ടുമില്ലെങ്കിലാണ്. എന്ത്? ഫൗത്ത വക്തിന് അതിന്റെ സമയം കഴിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടില്ലെങ്കിലുമാണ്. പിന്നെ ആവു തഹാവുനൻ, അല്ലെങ്കിൽ തഹാവുനെ പേടിച്ചിട്ടില്ലെങ്കിലുമാണ്. അലസത, അപ്പൊ അലസതയും മടിയൊക്കെ വരും ഇവിടെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ. അങ്ങനെ ആയാലും എന്താവും? പിന്നെ വീട്ടിലെത്തിയാൽ നിസ്കരിക്കൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോലെ അഫ്ളലില്ല, പള്ളിയിൽ തന്നെ നിസ്കരിക്കുക എന്ന പോലെ. പിന്നെ ഒഫി ഗൈറുൽ ലുഹ, ലുഹ അല്ലാത്തതിലുമാണ്. എന്നാൽ ലുഹ പള്ളി നിസ്കരിക്കൽ അഫ്ളലിന്ന. റക്കായത്തെ തവാഫി, തവാഫിന്റെ 2 റക്കായത്ത്, അതവിടെ മഖാം ഇബ്രാഹിമിന്റെ അവിടെ നിസ്കരിക്കല്ലേ അഫ്ളല്. അവിടെയാണ് ഏറ്റവും അഫ്ളലല്ലേ പള്ളിയില്, മസ്ജിദുൽ ഹറാമിൽ. വലിയ ഹറാമി അതുപോലെ എഹ്റാമിന്റെ 2 റക്കായത്തും ഒഴിച്ച്. ആ എഹ്റാമിന്റെ 2 റക്കായത്ത് എവിടെ? ബിമീഖാത്തിൻ, ഒരു മീഖാത്തിൽ വെച്ചിട്ടുള്ള എഹ്റാം, അതിന്റെ 2 റക്കായത്ത്. ബിഹി, ആ മീഖാത്തിലുണ്ട് മസ്ജിദിന്, പള്ളിയുണ്ട്. അപ്പൊ പള്ളിയുള്ള സ്ഥലത്ത് എന്താണ്? ഒരു മീഖാത്തിൽ വെച്ച് എഹ്റാം ചെയ്തു, അവിടെ പള്ളിയും ഉണ്ടെങ്കിൽ ഇവൻ ആ പള്ളിയിൽ എന്താണ്? ആ 2 റക്അത്ത് നിസ്കരിക്കലാണ് അഫ്ളല് എന്നാ. നാഫിലത്തിൽ മുബക്കിരിലിൽ ജുമാഅത്തി എന്ന പോലെ ജുമാക്ക് നേരത്തെ പോയവന്റെ സുന്നത്ത് നിസ്കാരം ഒഴിച്ച്. ഇവൻ രാവിലെ പോയി, അല്ലെങ്കിൽ എന്താണ് 11 മണിക്ക് പോയി, എന്നിട്ട് അവിടെ പള്ളിയിൽ പോയിട്ട് കുറെ സുന്നത്ത് നിസ്കരിക്കുക. അപ്പൊ ആ സുന്നത്ത് നിസ്കാരം പള്ളിയിൽ തന്നെ അഫ്ളല്, വീട്ടിലല്ല. അങ്ങനെ. ഇനി വൈൻസല്ല വറാഅഹും നിസാഉൻ മക്കസു ഹത്താ യൻസരിഫ്ന, ഇവരുടെ പിന്നിൽ പെണ്ണുങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, പുരുഷന്മാരുടെ പിന്നിൽ സ്ത്രീകൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ മക്കസു നദുബൻ, അവിടെ ഇരിക്കണം, എഴുന്നേക്കരുത്. നദുബൻ സുന്നത്തായിട്ട്. ഹത്താ യൻസരിഫ്ന, അവർ പിരിഞ്ഞു പോകുന്നവരെ. ലില്ലിത്തിബായി, അവർ പിരിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പോകാൻ പാടുള്ളൂ. അതായത് ആണുങ്ങൾ എഴുന്നേറ്റ് ഇറങ്ങിയാൽ ഈ പെണ്ണുങ്ങളുമായിട്ട് എന്താണ് വഴിയിൽ വെച്ച് കൂടിക്കലരാൻ പാടില്ല. അപ്പൊ പെണ്ണുങ്ങൾ അങ്ങ് വീട്ടിൽ ഏകദേശം എത്താനായിട്ട് ആണുങ്ങൾ വെളിയിൽ നിന്ന് എഴുന്നേക്കാവൂ. അങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. പിന്നെ വലിയന്ന, അത് ഇഖ്തിലാത്തില്ലാതിരിക്കാൻ വേണ്ടിയാ. വലിയന്നൽ ഇഖ്തിലാത്ത ബിഹിന്ന മളിന്നത്തുല്ലിൽ ഫസാദി. കാരണം എന്താ? അപ്പൊ അത് 2 പറഞ്ഞു. ആദ്യം പറഞ്ഞ് പിന്നെ ലില്ലിത്തിബായ്, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനും പുറമെ അവരുമായിട്ട് കൂടിക്കലരുക എന്നുള്ളത് ഫസാദിന്റെ മളിന്നത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കലും, പിന്നെന്താണ് ഭർത്താനം പറയാൻ തോന്നലും, പിന്നെ അതിന്റെ പിന്നാലെ പോലെ തോന്നലും, ഇങ്ങനെയൊക്കെ തുടങ്ങും. അതുകൊണ്ട് അത് വേണ്ട. തൻസരിഫുൽ ഖനാസ, ഹുൻസകൾ പിരിഞ്ഞു പോകണം. ഫുറാദ, ഒറ്റക്കൊറ്റക്ക് പിരിഞ്ഞു പോകണം. ബഅദഹുന്ന, എന്താണ് ഒറ്റക്കൊറ്റക്ക് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഓരോരുത്തരെ വേണ്ട. കാരണം ഹുൻസകളെല്ലാം ഒരു ജിൻസ് ആയിക്കോണമെന്നില്ലല്ലോ, അതിൽ ആണും പെണ്ണും എല്ലാം ഉണ്ടാവുമല്ലോ. ഹുൻസ മുഷ്കിലാവുമ്പോഴേ ഹക്കീക്കത്തിൽ ഒന്നാണും മറ്റൊന്ന് പെണ്ണും, ഇങ്ങനെയൊക്കെ ആകാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒറ്റക്കൊറ്റക്ക് പോകണം എന്ന് പറഞ്ഞത്. പെണ്ണുങ്ങൾ കൂട്ടത്തോടെ പോകാം. പിന്നെ പെണ്ണുങ്ങൾക്ക് ശേഷം ഓരോരുത്തർ പോകണം. കബല റിജാലി, ആണുങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പും പോകണം. അപ്പൊ അവരും പോയി അങ്ങ് വീട്ടിലെത്തിയിട്ട് ആണുങ്ങൾ പിരിയാവൂന്നർത്ഥം. ഇനി വായൻസരിഫ ഫി ജിഹത്തി ഹാജത്തിഹി, ഇവൻ എന്താണ്? പിരിയൽ സുന്നത്താണ്. പുരുഷൻ
തിരിഞ്ഞുപോകൽ സുന്നത്താണ് ഫി ജിഹത്തി ഹാജത്തിഹി, ഇവന്റെ ഹാജത്തിന്റെ ജിഹത്തിൽ പോവുക. അപ്പൊ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ എങ്ങോട്ടാ പോകേണ്ടതെന്ന്, വലത്തോട്ടോ ഇടത്തോട്ടോ മുന്നോട്ടോ, അത് ഇവൻ എങ്ങോട്ടാ പോകേണ്ട ആവശ്യമുള്ള അതിന് അങ്ങോട്ട് പോകാം. ഇൻകാനലഹു ഹാജത്തുൻ അയ്യ ജിഹത്തിൻ കാനത്ത്, ഏത് ജിഹത്തിലാണെങ്കിലും ആ ഹാജത്ത് ഏത് വശത്തായാലും കുഴപ്പമില്ല, ഏത് ജിഹത്തിലായാലും കുഴപ്പമില്ല, അങ്ങോട്ട് പോവുക. വയില്ലായക്കും ലഹു ഹാജത്തുൻ, അപ്പൊ ഹാജത്തില്ലെങ്കിലോ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഫി ജിഹത്തി മുഅയ്യനത്തിന്, ഹാജത്തിനും ഒരു മുഅയ്യന ജിഹത്തിൽ ആവശ്യമില്ലെങ്കിൽ ഫൽയൻസരിഫ് യമീനഹു, അപ്പൊ വലത്തേക്ക് തിരിഞ്ഞു പോട്ടെ. ലിനദ്ബി തയാമുനി, കാരണം തയാമുന് സുന്നത്തുണ്ടല്ലോ വലത്തേതിനെ മുന്തിക്കല, അപ്പൊ അങ്ങനെ വലത്തോട്ട് പോവാന്ന. ഖാലൽ അസ്നവി, ഇമാം അസ്നവി റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്ത് പറഞ്ഞ്, വയുനാഫിഹി, അതിനെതിരാണ്. ഏത് ഈ തയാമുന് എന്ന് പറഞ്ഞ് വലതു ഭാഗത്തേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ, അതിന് എതിരാണ്. അന്നഹു യുസന്നു ഫി കുല്ലി ഇബാദത്തിൻ അസ്ഹാബു ഫി തരീഖിൻ വറുജൂഉ ഫി ഉഖ്റാ. അതുകൊണ്ട് ആ ഒരു തരീഖിൽ പോകുക, ഏതൊരു ഇബാദത്താണെങ്കിലും അതിൽ സുന്നത്താണ് അസ്ഹാബു ആ ഇബാദത്തിന് പോവുക, ഫി തരീഖിൻ ഒരു വഴിയിൽ, വറുജൂഉ ഫി ഉഖ്റാ മറ്റൊരു തരീഖിൽ മടങ്ങുക. അപ്പൊ ഇവന് പള്ളിയിലേക്ക് ഏത് ഭാഗത്തിലൂടെയാണോ വന്നത് അതല്ലാത്ത മറ്റൊരു ജിഹത്തിലൂടെ പിരിഞ്ഞു പോകണം എന്നല്ലേ പറയേണ്ടത് എന്നാണ്. വലതു ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാല് അത് ചിലപ്പോ ഇവൻ വന്ന വഴി തന്നെ ആണെങ്കിലോ അപ്പൊ ഇഖ്തിലാഫ് തരീഖ് ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ എന്ത് അസ്നവി ഇമാമ് നേരത്തെ പറഞ്ഞതിന് ഇത്റാദ് പറഞ്ഞു, നബി ഇമാം പറഞ്ഞതിന് ഇത്റാദ് പറഞ്ഞു. ജാബ് അതിന് മറുപടി പറയാം, ബി ഹംലിഹി, മുസന്നിഫിന്റെ കലാമിനെ ഹംലിയ, നബി ഇമാം പറഞ്ഞതിനെ ഹംലിയ, അലാമായത അംഗനമയ തയാമുനി, ആ തയാമുന് വലത്തോട്ട് പോകണം എന്ന് പറഞ്ഞല്ലോ, ആ തയാമുനോട് കൂടെ ഇവന് സൗകര്യമുണ്ടെങ്കിലാണ് ആ എർജിയ ഫി തരീഖിൻ ഗൈരില്ലൂല, ആദ്യത്തതല്ലാത്ത മറ്റൊരു തരീഖിൽ മടങ്ങൽ സൗകര്യമായാലാണ്. അപ്പൊ വലത്തോട്ട് പോകണം എന്ന് പറയുമ്പോ ആ വലത്തോട്ട് പോകുന്നതോടുകൂടെ എന്തുണ്ടായി, ഒന്നാമത്തെ വന്ന തരീഖിലല്ലാതെ മറ്റൊരു തരീഖില് മടങ്ങൽ സൗകര്യമാകുമ്പോഴാണ് വലത്തോട്ട് പോകണം എന്ന് പറഞ്ഞത്. ഇല്ല, അങ്ങനെ സൗകര്യം ഇല്ലെങ്കിലോ വലത്തോട്ട് പോയാൽ അതേ വന്ന വഴി തന്നെ ആയിപ്പോ. അങ്ങനെ ആകുമ്പോ എന്ത് ചെയ്യണം, മസ്ലഹത്തൽ ഫി ഉഖ്റാ, മറ്റൊരു തരീഖിൽ മടങ്ങുക എന്ന മസ്ലഹത്തിനെ പരിഗണിക്കണം എന്നാ. അപ്പൊ വന്നത് വലത്തെ ഡോറോട് കയറിയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആവശ്യമൊന്നുമില്ലെങ്കിൽ തിരിഞ്ഞു പോകുമ്പോ എന്താക്കുക, വേറൊരു ഡോറിലൂടെ പോകും, മുന്നോട്ട് പോയിട്ടോ ഇടത്തോട്ട് പോയിട്ടോ അങ്ങനെയൊക്കെ പോകാന്ന്. ലിഅന്നൽ ഫായിദത ഫീഹി ബിശഹാദത്തി തരീഖൈനി ലഹു അക്സർ, അന്ന തയാമുനും എന്താണ് സുന്നത്ത് തന്നെയുള്ളൂ, അതിനേക്കാൾ ഇതിനെ മുന്തിക്കാൻ കാരണം എന്താ, അന്നൽ ഫായിദത്ത ഫീഹി ഔദും ഫി ഉഖ്റ എന്നതിലെ ഫായിദ, ഫീഹി എന്ന് പറഞ്ഞാൽ അൽ ഔദു ഫി ഉഖ്റ, അതിലുള്ള ഫായിദയാകുന്നത് ബിശഹാദത്തി തരീഖൈനി ലഹു, രണ്ട് തരീഖ് സാക്ഷിയാകുക, ലഹു ഇവന് സാക്ഷിയാകുക എന്നത് കൊണ്ടുള്ള ഫായിദയാകുന്നത് അക്സറു, അതാണ് അക്സർ. അപ്പൊ അക്സറിനെ മുന്തിക്കണ്ടേ എന്നായി. ഇനി തങ്കളിൽ കുതുവത്തു ബി സലാമിൽ ഇമാമി, ഇമാമ് സലാം കിട്ടിയാൽ കുതുവത്ത് മുറിഞ്ഞു, തുടർച്ച മുറിഞ്ഞു. ഏത് സലാം കിട്ടിയാൽ തസ്ലീമത്തല്ലൂല, ഒന്നാമത്തെ സലാം കിട്ടിയാല്, കാരണം എന്താ ഖുറൂജിഹി ബിഹ, അവൻ പുറപ്പെടും, ബിഹ ഒന്നാമത്തെ സലാം കൊണ്ട് നിസ്കാരത്തിന് പുറപ്പെടും, നിസ്കാരത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കുതുവത്ത് മുറിഞ്ഞല്ലോ. നാം യുസന്നുലിൽ മൗമൂമി, അങ്ങനെ കുതുവത്ത് മുറിയെങ്കിലും മൗമൂമിന് സുന്നത്താണ് എന്താ, യുഅഖിറഹ, ആ തസ്ലീമത്തുൻ ഊലയെ പിന്തിക്കുക. എന്ന് പറഞ്ഞത് തസ്ലീമത്തുന്നൂല, ഏതുവരെ പിന്തിക്കുക, ഇലാ ഫറാഖ ഇമാമിഹി, ഇമാമ് ഒഴിവാകുന്നവരെ വിരമിക്കുന്നവരെ പിന്തിക്കുക, മിൻ തസ്ലീമത്തൈഹി, ഇമാമിന്റെ രണ്ട് സലാമിൽ നിന്നും പൂർണ്ണമായും പിരിയുന്നവരെ പിന്തിക്കുക, ജമിയൻ രണ്ടിൽ നിന്നും വിരമിക്കുന്നവരെ. അപ്പൊ രണ്ട് സലാമും കഴിഞ്ഞിട്ടാണ് മൗമൂമ് സലാം കിട്ടേണ്ടത്, അതാണ് സുന്നത്ത്. വൈദൻ ഖലത്ത് ബില്ലൂല, ഒന്നാമത്തെ സലാമ് കൊണ്ട്, ഇമാമിന്റെ ഒന്നാമത്തെ സലാമ് കൊണ്ട് എന്തായി, നിസ്കാരം പൂർത്തിയായെങ്കിലും ശരി, ഇൻകലത്തെ നിസ്കാരം കഴിഞ്ഞു, ബില്ലൂല ഒന്നാമത്തെ തസ്ലീം കൊണ്ട് കഴിഞ്ഞു, ഇമാമിൻ്റെത് അങ്ങനെയാണെങ്കിലും സാറൽ മൗമൂമു, അല്ല അങ്ങാണെങ്കിലും നല്ല ഷർത്തും ജവാബാ, സാറൽ മൗമൂമ് എന്നുണ്ടല്ലോ. അപ്പൊ ഒന്നാമത്തോണ്ട് കഴിയുമെന്ന് പറഞ്ഞല്ലോ, തങ്കളിൽ കുതുവത്ത് ബി സലാമിൽ ഇമാമി അത്തസ്ലീമത്തല്ലൂല, അതിന്റെ വാക്യ. വൈതങ്കളത്ത് ബില്ലൂല, ഒന്നാമത്തെ സലാമ് കൊണ്ട് കുതുവത്ത് കഴിയും, ഇൻകലത്തിന്റെ തമീർ കുതുവത്തിലേക്കാ, ഒന്നാമത്തെ തസ്ലീം കൊണ്ട് കുതുവത്ത് കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ സാറൽ മൗമൂമു, പിന്നെ മൗമൂമാകുന്നതാണ് കൽ മുംഫരിദി, മുംഫരിദിനെ പോലെയാകും. അപ്പൊ ഈ കുതുവത്ത് മുറിയും എന്ന് പറഞ്ഞതിന്റെ മേൽ തഫ്രി ആയിട്ടാണ് ഇനി ശേഷം പറയുന്ന മത്തിന് ഫലിൽ മൗമൂമി യസ്തഖില ബിദ്ദുആഇൻ വനഹ്വിഹി സുമ്മ യുസല്ലിം.
അപ്പൊ ഈ തഫ്രീഇന്റെ എന്താണ് വജ്ഹ് വിശദീകരിച്ചതാ. വൈദൻഖലത്ത് ബില്ലൂല ഫസാറൽ മൗമൂമു കൽ മുൻഫരിദി, മൗമൂമു മുൻഫരിദിനെ പോലെയായി. അപ്പൊ മുൻഫരിദിന് എന്ത് ചെയ്യാ, എത്രയും ദിക്റും ദുആയൊക്കെ ഇറക്കാലോ. എന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. അതാ ഫലിൽ മൗമൂമി, ഈ മൗമൂമിന് യസ്തഗല ബിദിക്രിൻ വനഹ്വി ബിദുആഇൻ വനഹ്വിഹി, ദുആവും അതുപോലത്തെ ദിക്റും ഒക്കെ കൊണ്ട് ശുഗലാകാം. സുമ്മ യുസല്ലിം, പിന്നെ കുറെ കഴിഞ്ഞിട്ട് സലാം വിട്ടാ ഒന്നും കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഇമാമിനോട് താബിയായി ചെയ്യലാണ് നല്ലത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. ഇൻ സുബിഖ വ കാന ജുലൂസുഹു മഅ ഇമാമിഹി, ഇവൻ മസ്ബൂക്കാണെങ്കിൽ, ഈ മൗമൂമ് മസ്ബൂക്കാണ്. സുബിഖ വ കാന ജുലൂസുഹു, ഈ മസ്ബൂക്കായ മൗമൂമിന്റെ ഇരുത്തം മഅ ഇമാമിഹി, ഇമാമിന്റെ കൂടെ, അതായത് ഇമാമിന്റെ കൂടെ തയ്യാത്തിന് ഇരിക്കുമല്ലോ, അവസാനത്തെ തയ്യാത്തിന്, ആ ഇരുത്തം ആകുകയും ചെയ്തു. ഫി ഗൈരി മഹല്ലി തശഹുദിഹിൽ അവ്വലി, അതാ മൗമൂമിന്റെ ഒന്നാമത്തെ തശഹുദിന്റെ മഹല്ലില് അല്ലാത്ത ഇരുത്തമാണ്. അതായത് മൂന്നാമത്തെ റക്അത്തിലാണ് ഇമാമിനെ തുടരുന്നത്. അപ്പൊ ഇവ മസ്ബൂക്കാണ്. പക്ഷെ അപ്പൊ ഇമാം ഇരിക്കുമ്പോ ഇവനും ഇരിക്കും. ഇവനിരിക്കുമ്പോ ഇവന്റെ ഒന്നാമത്തെ തയ്യാത്തിന്റെ സ്ഥലത്തല്ലേ ഇരിക്കുന്നത്, കാരണം ഇവന്റെ രണ്ടാമത്തെ റക്അത്തല്ലേ. അങ്ങനെയല്ല എന്നർത്ഥം. അങ്ങനെയല്ല ഞാൻ ലസിമഹുൽ ഖിയാമു അഖിബ തസ്ലീമത്തൈഹി ഫൗറൻ, ഇമാമിന്റെ 2 സലാമിന്റെ ഉടനെ എഴുന്നേൽക്കണം. ഇല്ല, അങ്ങനെ എഴുന്നേറ്റില്ലെങ്കിൽ വത്തലത്തു സലാത്തുഹു, എന്റെ നിസ്കാരം ബാത്തിലാവും. കമായെത്തി ശേഷം വരുന്നുണ്ട്, അത് ബാത്തിലാകും എന്നുള്ളത് ഇന്ന അലിമ വത്തഅമ്മദ, അറിഞ്ഞുകൊണ്ട് ബോധപൂർവമാണെങ്കിൽ. വലാഹിറുൻ അന്ന മഹല്ലഹു, ആ നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞെന്റെ മഹൽ എപ്പോഴാ, ഇൻ തവ്വലഹു, ആ ജുലൂസിനെ നീട്ടിയാലാ. ഇമാമിന്റെ 2 സലാമും കഴിഞ്ഞിട്ടേ നീട്ടി. എത്ര നീട്ടിക്ക ജിൽസത്തിൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പോലെ നീട്ടിയാലാണ്. ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിന്റെ കതിര അവിടെ പറഞ്ഞില്ല, അത്രയും നീട്ടിയാലാണ് ബാത്തിലാവെന്ന് പറഞ്ഞത്. അത്രയും നീട്ടിയില്ലേ ബാത്തിലാവൂല. ഔ ഫീഹി, അല്ലെങ്കിൽ അതിലാണ് നേതില് ഗൈരി മഹല്ലി തശഹുദിഹിൽ അവ്വലി എന്നല്ലേ നേരത്തെ പറഞ്ഞേ. അപ്പോ ആ തശഹുദുൻ അവ്വലിന്റെ മഹല്ലിലാണ്. ഔ ഫീഹി എന്ന് പറഞ്ഞാല് ആ തശഹുദുൻ അവ്വലിന്റെ മഹല്ലിലാണ് എങ്കിൽ കുരിഹലഹു തത്വീലു, ഇവന് തത്വീല് കറാഹത്താണ്. എന്തില്ല, ജായിസാണ് നീട്ടാം, പക്ഷെ തത്വീല് കറാഹത്താണ്, ബാത്തിലാവൂല. വയുസന്നു ലഹു ഹുന, അപ്പൊ ഈ മസ്ബൂക്കിന് ഇവിടെ സുന്നത്താണ്. അൽ ഖിയാമു, തശഹുദുൻ അവ്വലിന്റെ സ്ഥലമാണല്ലോ. അൽ ഖിയാമു, എഴുന്നേക്കൽ സുന്നത്താണ്. മുക്കബ്ബിറൻ, തക്ബീർ ചൊല്ലിക്കൊണ്ട്, മാ റഫ്ഇ യദൈഹി, ഇവന്റെ 2 കൈ ഉയർത്തിക്കൊണ്ട് എഴുന്നേൽക്കുക. കാരണം ഇവന്റെ തശഹുദിന്റെ മഹല്ലാണ്. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ അങ്ങനെ വേണമല്ലോ. ലി അന്നഹു സുന്നത്തും ബിൽ ഖിയാമിന തശഹുദിൽ അവ്വലി, കാരണം എന്താ, ആ റഫ്ഉൽ യദൈനി തക്ബീർ, ഈ നിലക്കുള്ള എഴുന്നേക്കൽ. ലി അന്നഹു പിന്നെ ഹു എന്ന് പറഞ്ഞാൽ റഫ്ഉ യദൈഹി, ആ റഫഅ് സുന്നത്താണ് ബിൽ ഖിയാമിന തശഹുദിൽ അവ്വലി. അപ്പൊ റഫ്ഉൽ യദൈനിയോടുകൂടെ എന്താണ്, തക്ബീർ ചൊല്ലി എഴുന്നേൽക്കണം. ലോ ഖാമൽ ഇമാമു മിൻഹു, ഇനി വേറെ മസല, ഇമാമു ഒന്നാമത്തെ തഹിയ്യാത്തുനിന്ന് എഴുന്നേൽക്കാണ്. ഖൽഫഹു, ആ ഇമാമിന്റെ പിന്നിലുണ്ട് മസ്ബൂഖുൻ, ഒരു മസ്ബൂഖ് അയാളുണ്ട്. ലൈസ ഫി മഹല്ലി തശഹുദിഹിൽ അവ്വലി, ആ മസ്ബൂഖ് അല്ല ഫി മഹല്ലി തശഹുദിഹിൽ അവ്വലി, ഇവന്റെ ഒന്നാമത്തെ തയ്യാത്തിന്റെ മഹല്ലിലല്ല. അത് നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ റക്അത്തിൽ തുടർന്ന ആളല്ല എന്നർത്ഥം. 4 റക്അത്തിൽ നമസ്കാരത്തില് അങ്ങനെയാണെങ്കിൽ ഫൽ ഔജഹു അന്നഹു യർഫഉ, അപ്പൊ അവനും എന്താണ്, കൈ ഉയർത്തണം എന്ന് തന്നെയാണ് ന്യായം. തബഅൻ ലഹു, ഇമാമിനോട് താബിയായും കൊണ്ട് കൈ ഉയർത്തണം. അപ്പൊ ഇമാമിനോട് താബിയായും കൊണ്ട് കൈ ഉയർത്തണം എന്ന് പറയുമ്പോൾ വേറെ ഇഷ്കാല്, ഇമാമ് അവസാനത്തെ തഹിയ്യാത്തില് ഇഫ്തിറാഷിന്റെ എന്താണ് തവറുക്കിന്റെ ഇരുത്തിരിക്കുമ്പോ മൗമൂമ് ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കണം എന്നല്ലേ മസ്ബൂക്കായ മൗമൂമ്. അതോ അവിടെ മുത്താബഅത്ത് പരിഗണിക്കുന്നില്ലല്ലോ, അതിന് ഫർക്ക് പറയുന്നു. യുഫ്റഖു ബൈനഹു ബൈന തർക്കി മുത്താബഅത്തിഹി, ഈ മസ്ബൂക്ക് മുത്താബഅത്ത് ഒഴിവാക്കുന്നു. ഫി തവറുക്കിന്റെ ഇരുത്തത്തിൽ, ഇമാമ് തവറുക്കിന്റെ ഇരുത്തിരിക്കുമ്പോ ഇവൻ തവറുക്കിന്റെ ഇരുത്തിരിക്കണ്ട എന്നാ മുത്താബഅത്ത് ഒഴിവാക്കുന്നതിന്റെയും ഇടയിൽ ഫർക്ക് പറഞ്ഞു. ബിഅന്ന ഹിക്മത്തൽ ഇഫ്തിറാഷി, ഇഫ്തിറാഷിന്റെ ഹിക്മത്ത് എന്താണ്? ആ ഹിക്മത്ത് അതിന്റെ ബയാൻ മിൻ സുഹൂലത്തിൽ ഖിയാമി മിൻഹു, ആ ഇരുത്തത്തിൽ നിന്ന്, ഇഫ്തിറാഷിന്റെ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേൽക്കൽ എളുപ്പമാണ് എന്ന ഹിക്മത്താകുന്ന മൗജൂദത്തും ഫീഹി, അതിവനിലുണ്ട്. പിന്നെ ഇവനിലുണ്ട്, അതായത് ഈ മസ്ബൂക്കിലുണ്ട് ആ ഹിക്മത്ത്. അതുകൊണ്ടാണ് ഫഖുദ്ദിമത്ത് റിആയത്തുഹ, അപ്പൊ ആ ഹിക്മത്ത് മുന്തിക്കപ്പെട്ടു. അലൽ മുത്താബഅത്തി, മുത്താബഅത്തിനേക്കാൾ ബിഖിലാഫിഹി ഹുനാ, എന്തിനെതിരായിട്ട്?
ബിഖിലാഫിഹി എന്ന് പറഞ്ഞാൽ മസ്ബൂക്കിനെതിരായിട്ട്. ഹുന ഇവിടെ എന്ന് പറഞ്ഞാല് ആ കൈ ഉയർത്തുന്ന സ്ഥലത്ത് അല്ലെ, കൈ ഉയർത്തുന്ന സ്ഥലത്ത് മുത്താബായത്ത് വേണം, വേറൊന്നും തേടുന്നില്ല എന്നർത്ഥം. ഇവിടെ ആണെങ്കിൽ മുത്താബായത്തും തേടുന്നുണ്ട്. അപ്പൊ തവറുക്കിന്റെ ഇരുത്തിരിക്കണമെന്നും വരും. ഇഫ്തിറാഷിന്റെ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേക്കാൻ എളുപ്പമാണ് എന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഹിക്മത്തുണ്ട്. അപ്പൊ ഏതാ പരിഗണിച്ചത്? ആ ഇഫ്തിറാഷിന്റെ ഹിക്മത്തായ എഴുന്നേക്കൽ എളുപ്പമുള്ളത് എന്ന് പരിഗണിച്ചിട്ട് ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കണം എന്ന് പറഞ്ഞു. ഇനി വലവിക്തസറ ഇമാമുഹു അലാ തസ്ലീമത്തിൻ, ഇമാം ഒരു സലാമേ വീട്ടിയുള്ളൂ, രണ്ടാമത്തെ സലാം വീട്ടിയില്ല. എന്നാലോ സല്ലമ സിന്തൈനി, മൗമൂം 2 സലാമും വീട്ടണം. മൗമൂം 2 സലാമും സുന്നത്തുണ്ട് എന്നർത്ഥം. വല്ലാഹു അലം. അപ്പൊ കുറെ മുമ്പ് എന്താണ് യുസന്നു എന്ന് പറയുന്നതിന് മുമ്പേ കുൽത്തു യുസന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങി. അതിന്റെ വല്ലാഹു അലമാണിത്. തഹ്സീൽ അല്ലി ഫളീലത്തിഹിമ, 2 സലാം വീട്ടണം എന്ന് പറയാൻ കാരണം എന്താ? ആ 2 സലാമിന്റെ ഫളീലത്ത് കിട്ടാൻ വേണ്ടി. ലിമാ തഖററ അന്നഹു സാറ മുൻഫരിദൻ, നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ മുൻഫരിദായി. അപ്പൊ 2ാമത്തെ സലാം വീട്ടാം. ആ 2ാമത്തെ സലാം ഇമാമിനോട് താബിയായി കൊണ്ടല്ലോ, മുൻഫരിദിന്റെ സ്ഥാനത്തായി. അപ്പോ ഒറ്റയ്ക്ക് സലാം വീട്ടും പോലെയാണ്. ഇനി എന്താണ്? ബാബു ഷുറൂത്ത് സലാത്താണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.